ശരി, കൂട്ടുകാരിയുടെ ബയോഡാറ്റ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ആ ഫോണിൽ എൻ്റെ നമ്പറുണ്ട്. ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപ്പോയിൻമെൻ്റ് ഓർഡർ ഇന്ന് ഈവനിങ് തന്നെ കൊടുത്തു വിടാം. അത് പറഞ്ഞുകൊണ്ട് കിഷോറും ചിത്രയും സനയുടെ അടുത്തേക്ക് പോയി. ഇതേ സമയം ചിത്രയുടെ കാര്യമോർത്താകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സന. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അവൾക്ക് കിട്ടിയ സൗഹൃദമാണ് ചിത്ര. വളരെ ഒതുങ്ങിയ ടൈപ്പ്, ആരോടും അധികം സംസാരിക്കാറില്ല. താനും അതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ടായിരിക്കാം രണ്ടുപേരും പെട്ടെന്ന് അടുത്തത്. ചെറിയമ്മയ്ക്കും മക്കൾക്കും വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അടുക്കള ജോലിയും ചെയ്യുന്ന ചിത്രയോട് സനയ്ക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അവളെ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കാതെ, മര്യാദയ്ക്കൊരു നേരത്തെ ഭക്ഷണമോ വസ്ത്രമോ കൊടുക്കാത്ത അവരെ കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു സനയ്ക്ക്. ആ വീട്ടിൽ നിന്ന് മാറി എങ്ങനെയെങ്കിലും ഹോസ്റ്റലിൽ വന്ന് നിൽക്കണമെന്ന് അവളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല. അവർക്ക് അവളെ ഇഷ്ടമല്ലെങ്കിലും ചിത്രയ്ക്ക് അവരോട് വലിയ സ്നേഹമാണ്. അതാണ് അവർ മുതലെടുക്കുന്നത്. അന്നേ തനിക്ക് ഉറപ്പായിരുന്നു ക്യാഷിനു വേണ്ടി അവർ എന്ത് നാറിയ കളി വേണമെങ്കിലും കളിക്കുമെന്ന്. പക്ഷേ ഇതേപോലെ 2 വർഷത്തേക്ക് അവളുടെ ജീവിതം പണയം വയ്ക്കുമെന്ന് അവൾ കരുതിയില്ല. അപ്പോഴും സനയുടെ മനസ്സിൽ ഇന്നലെ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ പാവം പെണ്ണിൻ്റെ ചിത്രമായിരുന്നു. അവൾക്ക് ആരോടൊക്കെയോ ദേഷ്യം തോന്നി. സന. ചിത്രയുടെ ശബ്ദം കേട്ടതും സന എഴുന്നേറ്റ് വേഗം നിന്നു. ചിത്രയെ കണ്ടതും വിടർന്ന കണ്ണുകളോടെ അവൾക്ക് പുറകെ വരുന്ന കിഷോറിനെ കണ്ടതും അവളിൽ ദേഷ്യം നിറഞ്ഞു. ശരി ചിത്ര, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, നമുക്ക് മൺഡേ കാണാം. അത് പറഞ്ഞുകൊണ്ട് ചിത്രയെ നോക്കി ചിരിച്ചുകൊണ്ട് കിഷോർ പറഞ്ഞു. അവളും അവനെ നോക്കി ചിരിച്ചു. ചിത്രയോട് യാത്ര പറഞ്ഞു തിരിഞ്ഞ കിഷോർ സനയെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നാൽ അവൾ അവനെ നോക്കാതെ മുഖം തിരിച്ചു. ഇത് കണ്ടപ്പോൾ കിഷോറിന് വല്ലാതെയായി. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു പെണ്ണ് തനിക്ക് നേരെ മുഖം തിരിച്ചിട്ടില്ല. അബിയുടെ അത്രയ്ക്കില്ലെങ്കിലും താനും ഒട്ടും മോശമല്ല. ഓഫീസിൽ പല പെണ്ണുങ്ങളും തന്നെ പരിസരം മറന്ന് നോക്കി നിന്നിട്ടുണ്ട്. ആ എന്നെയാണ് ഈ നരുന്ത് പെണ്ണ്. അവളെ നോക്കിയൊന്ന് കലിപ്പിൽ നോക്കി അവൻ വേഗം യാത്ര പറഞ്ഞിറങ്ങി. സനയുടെ പ്രവൃത്തി കണ്ട് കിഷോർ വേഗം പോയത് എന്ന് ചിത്രയ്ക്ക് അറിയാമായിരുന്നു. തന്നെ 50 ലക്ഷം രൂപ കൊടുത്ത് 2 വർഷത്തേക്ക് വിലക്ക് വാങ്ങിയത് കിഷോർ കൂടിയാണെന്ന് സനയ്ക്കറിയാം. അതിൻ്റെ ദേഷ്യമാണ് അവൾ കാണിക്കുന്നത്. പിന്നെ അധിക നേരം അവിടെ തന്നെ സമയം ചിലവഴിക്കാതെ അവർ ഹോസ്റ്റലിലേക്ക് പോയി. അന്ന് വൈകുന്നേരം തന്നെ സനയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററും വന്നിരുന്നു. ആദ്യം അത് കണ്ട് ഞെട്ടിയെങ്കിലും പിന്നീട് ചിത്ര അവിടെ വെച്ച് നടന്നതെല്ലാം സനയോട് പറഞ്ഞു. ചിത്ര, എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. എന്ത്? നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. 50 ലക്ഷം രൂപ കൊടുത്ത് നിന്നെ 2 വർഷത്തേക്ക് വിവാഹം കഴിക്കുന്നു. അതിനുശേഷം ആ വിവാഹം രഹസ്യമാക്കി വെക്കുന്നു. പോരാത്തതിന് എൻ്റെ ഹസ്ബൻഡ് അയാളുടെ കോൺട്രാക്ട് വൈഫിനെ സ്വന്തം ഓഫീസിൽ ഒരു സാധാരണ എംപ്ലോയി ആയി വെക്കുന്നു. സംതിങ് ഫിഷി. നിനക്ക് തോന്നുന്നില്ലേ അങ്ങനെ? ചിത്രയോട് സംസാരിച്ച് തിരിച്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ കിഷോറിൻ്റെ മനസ്സ് നിറയെ സനയാണ്. അവളുടെ പെരുമാറ്റമാണ്. അതോർക്കെ അവൻ തൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുക്കി. അഹങ്കാരി, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. ഓഫീസിലെത്തിയ ഉടനെ കിഷോർ ആരെയും നോക്കാതെ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അതെടുത്ത് ചെവിയോട് ചേർക്കെ കിഷോറിൻ്റെ മുഖത്തൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. പിന്നെ കോള് കട്ട് ചെയ്ത് അവിടെ നിന്നും എഴുന്നേറ്റു. അഭിമന്യു ദുർഗാദേവി എന്നെഴുതി ക്യാബിൻ മുൻപിൽ ചെന്ന് പതിയെ ആ ഡോറ് അവൻ നോക്ക് ചെയ്തു. കമ്മിങ് എന്നുള്ള ഗൗരവം നിറഞ്ഞ അവൻ്റെ ശബ്ദം കേട്ടതും കിഷോർ അകത്തേക്ക് കയറി. അപ്പോഴും അവനെ നോക്കാതെ തൻ്റെ ലാപ്പിൽ വർക്ക് ചെയ്യുകയാണ് അബി. ഇന്ന് കിട്ടിയ ടെൻഡറിൻ്റെ ആഘോഷത്തിലാണ് ഈശ്വരമഠം. അവരുടെ സന്തോഷം ആഘോഷിക്കുവാണ് മഹേശ്വരി അമ്മ. അത് പറയുമ്പോൾ കിഷോറിൻ്റെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു. നീ പോയ കാര്യം എന്തായി? അവളോട് സംസാരിച്ചോ? വീണ്ടും ലാപ്പിൽ എന്തോ നോക്കിക്കൊണ്ട് പറയുന്ന അബിയെ കിഷോർ ഒന്ന് നോക്കി. മൺഡേ അവൾ ജോയിൻ ചെയ്യും. പിന്നെ അവളുടെ ഒരു ഫ്രണ്ടും അതേ പോസ്റ്റിൽ തന്നെ. അത് പറഞ്ഞതും അബി അവനെ തല ഉയർത്തി നോക്കി. അത് അവൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ഒരു പാവം കുട്ടിയാ. അവനെ നോക്കാതെയാണ് കിഷോർ അത് പറഞ്ഞത്. ഞാൻ പുറത്തു പോകുവാ. അത് പറഞ്ഞുകൊണ്ട് തൻ്റെ ബ്ലേസർ ധരിച്ചുകൊണ്ട് ലാപ്പും ഫോണും എടുത്ത് അബി പുറത്തേക്ക് പോയി. അവനെ നോക്കി കിഷോറും അവൻ്റെ പുറകെ പോയി. തനിക്കേറെ പ്രിയപ്പെട്ട ആ മുറിയിൽ നിൽക്കുമ്പോൾ അവൻ്റെ അമ്മയുടെ അദൃശ്യ സാമീപ്യം അബിക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. 7 വയസ്സുവരെ മാത്രം തനിക്ക് കിട്ടിയ സ്നേഹം, കരുതൽ, വാത്സല്യം, പിന്നീട് ഈശ്വരമഠം എന്ന നരകത്തിൽ താൻ അനുഭവിച്ച യാതനകളും പഴയ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഞരമ്പ് പിടഞ്ഞെഴുന്നേറ്റു നിന്നു.
കണ്ണുകൾ അടച്ച ആ വെളുത്ത മാർബിളിൽ വെറും നിലത്ത് കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. അവളെ നോക്കിക്കൊണ്ട് സന പറഞ്ഞതും ചിത്രയ്ക്ക് അത് ശരിയാണെന്ന് തോന്നി. പിന്നെ അധികം ചിന്തിച്ചു നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. എന്തായാലും ഈ കുരുക്കിലേക്ക് ചെന്ന് ചാടി ഇനി അനുഭവിക്കുക തന്നെ. അത് മനസ്സിലോർത്ത് അവൾ ബെഡിലേക്ക് കിടന്നു. നാളെ സൺഡേ ആണ്, മൺഡേ ജോയിൻ ചെയ്യണം. നാളെ ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അവൾ ബെഡിലേക്ക് കിടന്നു. അടുത്ത ദിവസം നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഇനി രണ്ടുപേരും ജോലിക്ക് വരില്ലെന്ന് പറഞ്ഞു. ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തി കുറച്ച് ഡ്രസ്സും മറ്റും എടുത്തു. നേരെ ഹോസ്റ്റലിലേക്ക് വന്ന് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുവാണ് ചിത്ര. സന പതിയെ അവളുടെ അടുത്ത് പോയി. തൻ്റെ അടുത്തേക്ക് വരുന്ന സനയെ കണ്ടതും അവളുടെ നിറഞ്ഞ കണ്ണുകൾ സന കാണാതെ ചിത്ര തുടച്ചു മാറ്റിയിരുന്നു. നീ വെറുതെ കണ്ണു തുടയ്ക്കേണ്ട, ഞാൻ കണ്ടു. അവളുടെ അടുത്തേക്ക് നിന്ന് സന പറഞ്ഞതും ഒരാശ്രയത്തിനെന്ന പോലെ സന അവളുടെ തലയിൽ തലോടിക്കൊടുത്തു. നീ വിഷമിക്കേണ്ട ചിത്ര, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകും. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. നിന്റെ ചെറിയമ്മ പണത്തിനു വേണ്ടി നിന്നെ 2 വർഷത്തേക്ക് പണയം വെച്ചു. എന്നാൽ എൻ്റെ കൂടെ പിറപ്പ് എന്നെ വിൽക്കാനാ നോക്കുന്നത്. അത് പറയുമ്പോൾ സനയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു. സന. ചിത്രവേദനയോട് അവളെ വിളിച്ചതും അവളെ നോക്കി ഒന്ന് ചിരിച്ചു അവൾ. സാരമില്ലടി, എനിക്ക് നീയില്ലേ, നിനക്ക് ഞാനും. അന്നത്തെ രാത്രി കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ 2 പേരുടെ ഉള്ളിലും നാളത്തെ ദിവസമോർത്ത് ചെറിയ പേടിയുണ്ടായിരുന്നു. എന്നാൽ എന്തും നേരിടാനുള്ള ധൈര്യവും അവർക്കുണ്ടായിരുന്നു. കാലത്തെഴുന്നേറ്റ് 2 പേരും കുളിച്ച് റെഡിയായി. ഒരു പിങ്ക് കളറിലുള്ള സാരിയായിരുന്നു ചിത്രയുടെ വേഷം. വൈറ്റ് കളർ കുർത്തിയും പിന്നെ സ്കൈ ബ്ലൂ കളർ പലോസയുമായിരുന്നു സനയുടെ വേഷം. DD എന്നെഴുതിയ വലിയ കെട്ടിടത്തിൻ്റെ മുൻപിൽ ചിത്രയും സനയും നിന്നു. പിന്നെ ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്തതിനു ശേഷം അവർ അകത്തേക്ക് കയറി. അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായി അവർ നേരെ പോയത് കിഷോറിൻ്റെ ക്യാബിനിലേക്കായിരുന്നു. ചിത്ര പതിയെ കിഷോറിൻ്റെ ക്യാബിൻ്റെ ഡോറിലൊന്ന് നോക്ക് ചെയ്തതും അതുവരെ ലാപ്പിൽ മുഖം പൂഴ്ത്തിക്കൊണ്ടിരുന്ന കിഷോർ പതിയെ തല ഉയർത്തി നോക്കി. പിന്നെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വരാനുള്ള അനുവാദം കൊടുത്തു. അവരകത്തേക്ക് കയറിയതും കിഷോറിൻ്റെ കണ്ണുകൾ ചിത്രയ്ക്ക് അടുത്ത് നിൽക്കുന്ന സനയിലേക്ക് പോയി. അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന അവളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷം അവൻ തൻ്റെ ഫോൺ എടുത്ത് ജോയലിനെ വിളിച്ചു. ഉടനെ അവൻ്റെ ക്യാബിനകത്തേക്ക് ജോയൽ കടന്നു വന്നു. ജോയൽ, ഇത് പുതിയ സ്റ്റാഫാണ്, അവർക്ക് അവരുടെ ക്യാബിൻ കാണിച്ചു കൊടുക്ക്. ഓക്കെ സർ, വരൂ. അത് പറഞ്ഞുകൊണ്ട് ജോയൽ മുൻപിൽ നടന്നതും അവന് പുറകെയായി ചിത്രയും സനയും നടന്നു. 2nd ഫ്ലോറിലാണ് സ്റ്റാഫിനുള്ള ക്യാബിൻ. അവരെ അവരുടെ സീറ്റിലിരുത്തിയതിനു ശേഷം ജോയൽ പുതിയ സ്റ്റാഫിനെ അവിടെയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ ആർക്കും അധികം സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവർ സിസ്റ്റത്തിൻ്റെ അടുത്തേക്ക് ഇരുന്നു. അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. ആ ഓഫീസിലുള്ള എല്ലാവരുമായി കമ്പനിയായില്ലെങ്കിലും ആദിയും അമ്മുവുമായി അവർ പെട്ടെന്നടുത്തു. ആതിര എന്ന ആദിയും അമൃത എന്ന അമ്മുവും 2 ഇരട്ടകളാണ്, എപ്പോഴും ഒന്നിച്ച്. ഈശ്വരമഠം, പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന 8 തറവാട്. അത്യാധുനികം രീതിയിൽ പുതുക്കി പണിതിട്ടുണ്ട് എങ്കിലും ആ പഴമ ഇപ്പോഴും പഴയതുപോലെ നിലനിൽക്കുന്നുണ്ട്. വിശാലമായ ആ വലിയ വീട്ടിൽ ആവശ്യത്തിലധികം ജോലിക്കാരുമുണ്ട്. പാരമ്പര്യമായി അവർ പ്രമാണികളാണ്. ഇവിടുത്തെ കാരണവർ പത്മനാഭൻ, അയാളുടെ ഭാര്യ മഹേശ്വരി, ഒരു മകൻ ശേഖർ, ഭാര്യ വസുന്ധര, മകൾ ഭാനുമതി, ഭർത്താവ് ഗോവിന്ദ്, ജ്യോതിക, തേജസ്. ഇപ്പോൾ പത്മനാഭൻ മരിച്ചതുകൊണ്ട് തന്നെ ആ കുടുംബം മറ്റും കൈകാര്യം ചെയ്യുന്നത് മഹേശ്വരിയാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം തന്നെ അവരുടെ മകളും മരുമകനും 2 മക്കളും ഈശ്വരമഠത്തിലേക്ക് താമസം മാറിയിരുന്നു. അപ്രതീക്ഷിതമായി മഹേശ്വരിയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവരുടെ സ്വത്തുക്കളും മറ്റു കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് മൂത്ത മകൻ ശേഖരായിരുന്നു. വളരെ ഗൗരവക്കാരനും ദേഷ്യക്കാരനുമായിരുന്നു ശേഖർ. പക്ഷേ അമ്മയെപ്പോലെ തന്നെ അന്തസ്സും അഭിമാനവും പിടിക്കുന്ന ആള്. 20 വർഷങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതം ശേഖർ മരണപ്പെടുകയായിരുന്നു. മകൻ്റെ പെട്ടെന്നുള്ള വേർപാടിൽ മഹേശ്വരി ഒന്ന് ഉലഞ്ഞുവെങ്കിലും അവർ പതറിയിരുന്നില്ല. എന്തിനേയും നേരിടാൻ ധൈര്യമുള്ള ഒരു വനിത തന്നെയായിരുന്നു അവർ. അതുകൊണ്ടാണല്ലോ മകൻ മരിച്ചതിൻ്റെ അടുത്ത ആഴ്ച തന്നെ അവർ ബിസിനസ് മുഴുവൻ ഏറ്റെടുത്ത് നോക്കി നടത്തിയത്. ശേഖറിൻ്റെയും വസുന്ധരയുടെയും മൂത്ത മകനായ ചന്ദ്രശേഖരനാണ് ഇപ്പം എല്ലാം നോക്കി നടത്തുന്നത്. അവൻ്റെ സഹോദരി ബാംഗ്ലൂർ മെഡിസിൻ പഠിക്കുവാണ്. ഹാളിലേക്ക് കടന്നു വരുന്ന മഹേശ്വരിയിലാണ് ഹാളിലിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ. പട്ടുസാരി ഉടുത്ത് ആവശ്യത്തിന് ആഭരണവും അണിഞ്ഞ് തലകെടുപ്പോടെ നടന്നു വരുന്ന മഹേശ്വരിയെ കണ്ടതും ഗോവിന്ദൻ ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നു. എന്തായി ഗോവിന്ദ, ടെൻഡർ നമുക്ക് തന്നെ കിട്ടിയില്ലേ? അയാളെ നോക്കി ഗൗരവത്തിൽ അത് ചോദിക്കുന്നതിന് കൂടെ സോഫയിലേക്കിരുന്ന് തൻ്റെ കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ചിരുന്നു അവർ. അതേ അമ്മേ, ടെൻഡർ നമുക്ക് തന്നെ കിട്ടി.
ഒരു ചിരിയോടെ ഗോവിന്ദൻ അത് പറയുമ്പോൾ മഹേശ്വരി പുച്ഛത്തിലൊന്ന് ചിരിച്ചു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഗോവിന്ദ. ഇതുവരെ നമുക്ക് കിട്ടേണ്ടിയിരുന്ന 5 ടെൻഡറും നേടിയത് അവനാണ്. അതും അവന് നഷ്ടമാണെന്ന് ഉറപ്പുണ്ടായിട്ടും അങ്ങനെയുള്ളപ്പോൾ ഇത്ര വലിയൊരു ടെൻഡർ അവന് നമുക്ക് വിട്ടുതരിക എന്ന് പറയുമ്പോൾ അവരൊന്ന് ചോദിച്ചുകൊണ്ട് സോഫയിലേക്ക് ചാഞ്ഞു. പിന്നെ ഗോവിന്ദനെ നോക്കി സംസാരിച്ചു തുടങ്ങി. ഗോവിന്ദ, ആ ടെൻഡറിനെ കുറിച്ച് ശരിക്കൊന്ന് പഠിക്കാൻ ചന്ദ്രുവിനോട് പറയണം, അതും പെട്ടെന്ന്. ശരിയമ്മേ, ചന്ദ്രുവിനോടും തേജുവിനോടും ഒന്ന് അന്വേഷിക്കാൻ പറയാം. പിന്നെ അഭിമന്യു, അവൻ അധികകാലം വാഴില്ല. അതിനു വേണ്ടതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കൗശലക്കാരൻ്റെ ചിരിയോട് ഗോവിന്ദൻ പറഞ്ഞതും മഹേശ്വരിയുടെ കണ്ണുകൾ തിളങ്ങി. അവിടെ പകയെരിഞ്ഞു. അഭിമന്യു, അഭിമന്യു ദുർഗാദേവി. അവൻ്റെ പേര് ഉച്ചരിക്കുന്നതിനോടൊപ്പം അവരുടെ മുഖം പുച്ഛത്തിൽ ഒന്ന് കോടി. ആ മുഖത്ത് അതിയായ വെറുപ്പ് നിറഞ്ഞു, അതിലിരട്ടി പകയും. എന്നാൽ ഒരു ചുവരിനപ്പുറം നിൽക്കുന്ന വസുന്ധരയുടെ കണ്ണുകൾ നിർവികാരതയായിരുന്നു. 2-3 ദിവസം കൊണ്ട് തന്നെ സനയും ചിത്രയും ആ ഓഫീസുമായി ഇണങ്ങിയിരുന്നു. ആദ്യവും അമ്മുവുമായി നല്ലൊരു സൗഹൃദമുണ്ടെങ്കിലും അവരോടൊന്നും തുറന്നു പറയാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ ഓഫീസിലേക്ക് പുറപ്പെടുകയാണ് അവർ. ഹോസ്റ്റലിൽ നിന്ന് ഓഫീസിലേക്ക് ബസ്സിൽ 45 മിനിറ്റ് ദൂരമുണ്ട്. അതുമാത്രമാണ് അവർക്കുള്ള ബുദ്ധിമുട്ടും. ഇന്ന് ബസ് ലേറ്റ് ആയതുകൊണ്ട് 10 മിനിറ്റ് ലേറ്റായിട്ടാണ് അവർ ഓഫീസിലെത്തിയത്. പഞ്ചിങ് കഴിഞ്ഞ ഉടനെ അവർ നേരെ വർക്കിങ്ങിലേക്ക് തിരിഞ്ഞു. എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി വല്ലാത്ത ശാന്തത നിറഞ്ഞിരുന്നു. ഇടക്കാതിരെയും അമ്മുവിനെയും നോക്കിയപ്പോൾ എന്തൊക്കെയോ സ്പീഡ് ടൈപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. അവർ മാത്രമല്ല, എല്ലാവരും. സന അത് നോക്കിക്കൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന പെണ്ണിനെ നോക്കി ചോദിച്ചു, അല്ല, ഇന്നെന്താ എല്ലാവർക്കും ഇത്ര ആത്മാർത്ഥത? അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ, ഇന്ന് DD സാറ് വരുന്നുണ്ട്. എന്താ? അപ്പം MD കുറിച്ചൊന്നും അറിയില്ലല്ലേ? അഭിമന്യു സാറ് വരുന്നുണ്ട്. സാറിനെ എല്ലാവരും DD എന്നാ വിളിക്കുന്നത്. സാറ് വരുന്ന ദിവസം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെന്താ അങ്ങനെ? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. അത് തനിക്കുടനെ മനസ്സിലാകും. അത് പറഞ്ഞുകൊണ്ട് അവൾ സിസ്റ്റത്തിലേക്ക് തിരിഞ്ഞു. എന്നാൽ ആ പെണ്ണിൻ്റെ വാക്കുകൾ കേട്ട് അവിടെ തന്നെ ഇരിക്കുവാണ് ചിത്ര. അവളുടെ മനസ്സിൽ ആ പേരുരുവിട്ടു, അഭിമന്യു. അവളുടെ കൈകൾ ടോപ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന താലിയിലേക്ക് നീണ്ടു. പെട്ടെന്ന് അടിവയറിലോട് കൊളുത്തിപ്പിടിക്കുന്ന വേദന തോന്നിയതും ചിത്ര വയറ്റിൽ കൈവച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പിന്നെ സനയോട് പറഞ്ഞ് വേഗം വാഷ്റൂമിലേക്ക് പോയി. സംശയിച്ചതുപോലെ തന്നെ മാസത്തിലെ ചുവന്ന അതിഥി ചിത്ര ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അടിവയറിലുള്ള വേദനയോടൊപ്പം തല കറങ്ങുന്നത് പോലെ തോന്നി. പതിയെ കാഴ്ച മങ്ങിയെങ്കിലും ചുവരിൽ കൈവച്ചവൾ നടന്നു തുടങ്ങി. പെട്ടെന്ന് തനിക്കെതിരെ നടന്നു വരുന്ന ആരെയോ ഇടിച്ചതും ചിത്രയുടെ കാലുകളുടെ ബലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ നിലത്തേക്ക് പതിക്കുന്നതിന് മുൻപ് ആ കരുത്തുറ്റ കൈകൾ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. താൻ നിലത്തേക്ക് പതിക്കാതായതും പതിയെ തല ഉയർത്തി നോക്കിയ അവളുടെ കണ്ണുകൾ ആദ്യം മുടക്കിയത് അവൻ്റെ അഗ്നിയെരിയുന്ന കണ്ണുകളിലാണ്. ഒരു നിമിഷം ചിത്ര ആ കണ്ണുകളിൽ കുടുങ്ങിക്കിടന്നു. ആ കണ്ണുകളിൽ നിന്ന് അവൻ്റെ മുഖത്തേക്ക് അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചപ്പോൾ ആ കണ്ണുകളിൽ അത്ഭുതം നിറയുന്നതും അത് വിടരുന്നതും അവൻ നോക്കി നിന്നു. സർ, ദിയയുടെ ശബ്ദം അവിടെ ഉയർന്നതും പെട്ടെന്ന് ചിത്ര അവനിൽ നിന്നും പിടഞ്ഞു മാറി. സർ, ഞാൻ കണ്ടില്ല, സോറി. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി അത് പറയുമ്പോൾ പെരുമ്പറ കൊട്ടുന്ന തൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ അവൾ കുഴഞ്ഞു. എന്നാൽ അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കിയതിനു ശേഷം മറ്റൊന്നും ശ്രദ്ധിക്കാതെ അവൻ അവളെ കടന്നുപോയി. അപ്പോഴും അവളുടെ ഹൃദയം പിടഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവന് പുറകെ നടന്നു പോകുന്ന ദിയ ചിത്രയെ ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും നോക്കി നിന്നു. തൻ്റെ ക്യാബിൻ ഡോറ് തുറന്നകത്തേക്ക് പോകുന്ന അഭിമന്യുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം ദിയ ചിത്രയുടെ അടുത്തേക്ക് പോയി. തൻ്റെ നേരെ ദേഷ്യത്തോടെ നടന്നു വരുന്ന ദിയയെ കണ്ടതും ചിത്രയുടെ മുഖം ചുളിഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്ത് നിർത്തിയതിനു ശേഷം ദിയ അവളെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു, നീ ഏതാ? ഇതിനു മുൻപ് നിന്നെവിടെ കണ്ടില്ലല്ലോ. ചിത്രയോടത് ചോദിക്കുമ്പോൾ ദിയയിൽ വല്ലാത്ത അഹങ്കാരഭാവമായിരുന്നു. തൻ്റെ കയ്യിൽ പിടിച്ചമർത്തിക്കൊണ്ട് ദിയ ചോദിച്ചതും അവളുടെ കൈകൾ തന്നിൽ മുറുകുന്ന വേദനയിൽ ചിത്രയുടെ മുഖം ചുളിഞ്ഞു, കണ്ണു നിറഞ്ഞു. ഞാൻ പുതിയ സ്റ്റാഫാ, ജോയിൻ ചെയ്തിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അവളിൽ നിന്ന് കുതറിക്കൊണ്ട് ചിത്ര പറഞ്ഞതും ദിയ അവളെ പുറകോട്ട് തള്ളി. നീ ആരായാലും ശരി, അഭിസാറിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് അകന്നു നിന്നോ. ഇനി ഞാൻ ഇപ്പോൾ കണ്ടതുപോലെ കാണാനിട ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായോ ഈ ദിയ ആരാണെന്ന് ശരിക്കും നീ അറിയിക്കും ഞാൻ. ചിത്രയോടുള്ള ദേഷ്യം മുഴുവൻ തൻ്റെ കടപ്പല്ലിൽ ഞെരിച്ചുകൊണ്ടാണ് ദിയ പറഞ്ഞത്. പിന്നെ ചിത്രയെ ഒന്ന് പുച്ഛിച്ചു നോക്കിയതിനു ശേഷം അവളിൽ നിന്ന് കൈയെടുത്ത് ദിയ മുന്നോട്ട് നടന്നു.
ഒന്നുകൂടെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നടന്നു പോകുന്ന ദിയയെ അവൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് തല ഉയർത്തി നോക്കിയപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന മറ്റു സ്റ്റാഫുകളെ അവൾ കാണുന്നത് പോലും. സത്യത്തിൽ അപ്പോഴാണ് അവിടെ അത്രയും സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു എന്ന് പോലും ചിത്ര അറിയുന്നത്. അവരുടെ എല്ലാം മുൻപിൽ വെച്ച് അവൾക്കാകെ നാണം കെട്ടതുപോലെ തോന്നി. പോരാത്തതിന് ഓരോരുത്തരുടെയും കണ്ണിൽ വിരിയുന്ന ഭാവം അവളെ തളർത്തി. ചിലരുടെ കണ്ണിൽ പുച്ഛമാണെങ്കിൽ ചിലരുടെ കണ്ണിൽ സഹതാപമാണ്. പോരാത്തതിന് അവളെ നോക്കി ഓരോ അടക്കം പറച്ചിലും. ആരെയും തല ഉയർത്തി നോക്കാതെ തൻ്റെ സീറ്റിൽ പോയിരിക്കുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നാൽ ഇതേ സമയം തൻ്റെ ക്യാബിനിലിരുന്ന് അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു അവൻ. സിസ്റ്റത്തിന് മുൻപിലിരിക്കുമ്പോഴും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ കഷ്ടപ്പെടുന്ന അവളെ ഒന്ന് നോക്കിക്കൊണ്ടവൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു. പിന്നെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ബ്ലേസർ അഴിച്ച് ചെയറിലിട്ടതിനു ശേഷം തൻ്റെ ഷർട്ടിൻ്റെ ആദ്യത്തെ 2 ബട്ടൺ അഴിച്ചിട്ടു. ടേബിളിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ട് വിൻഡോയുടെ അടുത്തേക്ക് പോയി. അപ്പോഴും മനസ്സിലേക്ക് കടന്നു വന്നത് അവളുടെ മുഖമായിരുന്നു. അസ്വസ്ഥതയോടെ ഒരു പഫ് എടുത്ത് അവൻ പുറത്തേക്ക് ഊതി. പുതിയ കോൺട്രാക്ടറിൻ്റെ ഡോക്യുമെൻ്റ് സൈൻ ചെയ്യിക്കാൻ വേണ്ടി അവൻ്റെ ക്യാബിനിലേക്ക് വന്നതാണ് ദിയ. തിരക്കിനിടയിൽ ക്യാബിൻ തള്ളി തുറന്ന് അകത്തേക്ക് കയറിയ അവളുടെ ശ്രദ്ധ വിൻഡോക്കടുത്തേക്ക് നിൽക്കുന്ന അവനിലേക്ക് പോയി. ഒത്ത ഉയരവും അതിനൊത്ത ബോഡിയും ആരെയും ആകർഷിക്കുന്ന ചെമ്പൻ മുടിയും അതേ നിറത്തിലുള്ള കണ്ണുകളും പുറത്തേക്ക് നോക്കി ഓരോ പഫായി എടുക്കുമ്പോൾ ചലിക്കുന്ന അവൻ്റെ കൈകൾക്ക് പോലും വല്ലാത്ത ഗാംഭീര്യവും വശ്യതയും. തുറന്നിട്ട ഷർട്ടിൻ്റെ ആദ്യ 3 ബട്ടണും അതിലൂടെ കാണുന്ന അവൻ്റെ രോമാവൃതമായ നെഞ്ചും അവൾ കൊതിയോടെ നോക്കി നിന്നു. അവസാനം അവളുടെ കണ്ണുകൾ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന പ്ലാറ്റിനത്തിൻ്റെ ചെയിനിലേക്ക് പോയതും ദിയ, ഗാംഭീര്യം നിറഞ്ഞ അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. ഒരു നിമിഷം അവനിൽ നിന്നും പിഴച്ചിലോടെ കണ്ണുകൾ എടുത്തു മാറ്റിയതും സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്ന അവൻ്റെ മുഖം കണ്ട് അവളുടെ ഉള്ളു ഭയം കൊണ്ട് വിറച്ചുപോയി. അവൻ്റെ മുഖത്ത് നോക്കാതെ ഞെട്ടലോടെ മുഖം തിരിച്ചതും അവൻ്റെ ശബ്ദം വീണ്ടും അവിടെ ഉയർന്നു.